ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള ചേരിപ്പോര് അതിരൂക്ഷമാകുന്നു. ശശി തരൂരും കോൺഗ്രസും രണ്ടു ചേരിയിൽ നിന്ന് യുദ്ധകാഹളം മുഴക്കി തുടങ്ങി. തരൂരിനെ വിമർശിച്ച കോൺഗ്രസുകാരോട് പറഞ്ഞത് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഉറച്ച നിലപാട് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് തരൂർ രംഗത്ത്. പാർട്ടിയുടെ ഒരു താക്കീതിലും തൽക്കാലം ഞാൻ കുലുങ്ങാൻ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് തരൂർ. രാജ്യം സംഘർഷ സാഹചര്യം നേരിടുമ്പോൾ സൈന്യത്തിനും രാജ്യ താല്പര്യത്തിനുമൊപ്പം നിന്നതിന്റെ പേരിലാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ പാർട്ടിയുടെ കണ്ണിൽ കരടായി മാറുന്നത്. വ്യക്തിപരമെന്ന അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കിയ നിലപാടുകളെയാണ് പാർട്ടി ചോദ്യം ചെയ്യുന്നത്. ഇതോടെ പാർട്ടി ലൈനിൽ നിന്നും കോൺഗ്രസ് വ്യതിചലിക്കുന്നു എന്നതാണ് തരൂരിന് മേൽ ചുമത്തപ്പെട്ട കുറ്റം. എന്നാൽ താൻ ശരിയെന്ന് തോന്നുന്ന നിലപാടുകൾ വ്യക്തമാക്കിയെന്നാണ് തരൂർ ഉറച്ചു വിശ്വസിക്കുന്നത്. രാഷ്ട്രീയം കളിക്കേണ്ട സമയമല്ല ഇപ്പോഴെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ താക്കീതിലും തരൂർ ഇപ്പോൾ കുലുങ്ങില്ല. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ മുതൽ രാഹുൽ ഗാന്ധിയുമായി നല്ല രസത്തിലല്ല തരൂർ. പാർട്ടിയിൽ അവസരങ്ങൾ നൽകാതെ ചവിട്ടിത്താഴ്ത്താനാണ് ശ്രമം നടക്കുന്നതെന്ന വികാരവും തരൂരിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് കൂടിയാണ് രണ്ടും കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് പാർട്ടിക്കും എളുപ്പത്തിൽ തരൂരിനെ തള്ളാൻ കഴിയില്ല. കാരണം രാജ്യ താല്പര്യം മുന്നിൽ നിർത്തിയാണ് തരൂർ സംസാരിച്ചത്. തരൂരിന്റെ ഈ നിലപാടിനെ അനുകൂലിക്കുന്ന നിരവധി പേർ പാർട്ടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ തരൂരിനെതിരായ കോൺഗ്രസ് നടപടി താക്കീതിൽ ഒതുങ്ങും. AICC താക്കീതിന് പിന്നാലെയും പറഞ്ഞതിൽ ഉറയ്ക്കുകയാണ് ശശി തരൂർ. ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് വ്യക്തമാക്കിയതെന്നാണ് തരൂരിന്റെ പക്ഷം. അതേസമയം പാർട്ടി താക്കീത് മറികടന്ന് പരസ്യ പ്രതികരണവുമായി ശശി തരൂർ മുന്നോട്ട് പോയാൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ഹൈക്കമാൻഡിന്റെ ആലോചന. ശശി തരൂരിന്റെ പ്രസ്താവനകൾ നിരവധി തവണ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടും കണ്ടില്ലെന്ന് നടിച്ചു മുന്നോട്ട് പോവുകയായിരുന്നുവെന്നും, എന്നാൽ പ്രവർത്തക സമിതി അംഗത്തിന്റെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായ നടപടി ഗൗരവതരമാണെന്നും നേതാക്കളിൽ ഒരു വിഭാഗം പറയുന്നു. പഹൽഗാം സംഭവത്തിന് പിന്നാലെ നടന്ന 3 പ്രവർത്തക സമിതി യോഗങ്ങളിലൂടെ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണ്. അത് തള്ളിയാണ് തരൂർ കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് പറയുന്നത്. ജനങ്ങൾക്കിടയിൽ ഇത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പാർട്ടി ലൈൻ അനുസരിക്കണമെന്ന കർശന നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയത്. അതേസമയം ശശി തരൂരിനെതിരെ തുടർ നടപടികളിൽ ഇപ്പോൾ ആലോചനയില്ല. പാർട്ടി ലൈൻ മാറുന്നതിലെ അതൃപ്തി താക്കീതിൽ ഒതുങ്ങും. തരൂരിന്റെ തുടർ നിലപാടും പ്രതികരണങ്ങളും നിരീക്ഷിക്കും. ഇന്നലത്തെ യോഗത്തിൽ നൽകിയത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന ശക്തമായ നിർദ്ദേശം. പഹൽഗാമിൽ ഇന്റലിജൻസ് വീഴ്ചയുണ്ടായെന്ന കോൺഗ്രസ് വിമർശനത്തിന് ഏത് രാജ്യത്തിനും രഹസ്യാന്വേഷണ വീഴ്ചയുണ്ടാകാമെന്ന് തരൂർ നിലപാടെടുത്തിരുന്നു. 1971 യുദ്ധവിജയം ചൂണ്ടിക്കാട്ടി ഇന്ദിരാഗാന്ധിയായിരുന്നു ഇപ്പോഴെങ്കിലെന്ന കോൺഗ്രസ് പ്രചരണത്തെ സാഹചര്യം മാറിയെന്ന ഒറ്റ വാക്കുകൊണ്ട് വെട്ടിലാക്കി തരൂർ. ട്രംപിന്റെ നിലപാട് തള്ളി മൂന്നാം കക്ഷിയുടെ ഇടപെടൽ കൊണ്ടല്ല പാകിസ്ഥാന് കാൽപിടിച്ചത് കൊണ്ടാണ് വെടിനിർത്തൽ ധാരണയുണ്ടായതെന്ന മോദിയുടെ വാദത്തെയും തരൂർ പിന്തുണച്ചു. പാർട്ടിയുമായി ഉടക്കി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴിയാണ് ശശി തരൂർ തേടുന്നതെന്ന വിലയിരുത്തലുമുണ്ട്. ഇന്ത്യ പാക് സംഘർഷത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായ പ്രതികരണം നടത്തിയതിനാണ് ശശി തരൂരിനെ ഇന്നലെ താക്കീത് ചെയ്തത്. പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ അറിയിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സമയം ഇതല്ലെന്നും നേതൃത്വം തരൂരിനെ അറിയിച്ചിരുന്നു. തരൂർ പരിധി ലംഘിക്കുകയാണെന്ന കടുത്ത വിമർശനമാണ് മുതിർന്ന നേതാക്കൾ യോഗത്തിൽ ഉയർത്തിയത്. ഇതോടെയാണ് AICC താക്കീത് ചെയ്തത്. രാഷ്ട്രീയമല്ല, രാജ്യ താല്പര്യം മാത്രമാണെന്ന മറുപടിയിലൂടെയും നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുകയാണ് ഇപ്പോൾ തരൂർ. രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണോ തരൂർ നൽകുന്നതെന്ന ചർച്ചയും സജീവമാണ്. മുൻപും പലതവണ തരൂരിന്റെ നിലപാടുകൾ കോൺഗ്രസിന് തലവേദന സൃഷ്ടിച്ചിരുന്നു. അഭിപ്രായ പ്രകടനത്തിന് കോൺഗ്രസ് സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെങ്കിലും ഇക്കുറി തരൂർ ലക്ഷ്മണരേഖ കടന്നെന്ന് പ്രവർത്തക സമിതി യോഗത്തിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമല്ല ഇതെന്നും പാർട്ടിയുടെ അഭിപ്രായമാണ് സമൂഹത്തിൽ അവതരിപ്പിക്കേണ്ടതെന്നും AIC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിൽ അതൃപ്തി അറിയിച്ച തരൂർ ഇന്ത്യ വിദേശ രാജ്യങ്ങളുടെ മധ്യസ്ഥത തേടാൻ സാധ്യതയില്ല എന്നും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു. US ഇടപെടലിനെ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നതിനിടെയായിരുന്നു ഈ പരാമർശം. ഇന്ത്യ പാക് സംഘർഷം മോദി മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്ന് തരൂർ ടെലിവിഷൻ അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ സിന്ധൂറിന് ഫുൾ മാർക്ക് നൽകിയ തരൂർ മോദി കഴിഞ്ഞ ദിവസം നടത്തിയ അഭിസംബോധനയെയും പ്രകീർത്തിച്ച് രംഗത്തെത്തിയിരുന്നു. കാര്യം പറയുന്നതൊക്കെ സത്യമാണെങ്കിലും കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ കോൺഗ്രസ് പറയുന്ന പൊട്ടത്തരം എന്താണോ അത് ആവർത്തിച്ചു തന്നെ ഏതൊരു നേതാവും പറയണം. അങ്ങനെ അല്ലാത്തവരെ തരൂരിനെ പോലെ പിടിച്ച് പുറത്താക്കാനും മടിക്കില്ല എന്ന് കോൺഗ്രസ് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്.